ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിലെ ദശകം 3 ശ്ലോകം 5 നോക്കാം. അപ്പോൾ ഭഗവാനിലുള്ള ഭക്തിയെക്കുറിച്ച്, ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് മേൽപ്പത്തൂർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഭക്തി, ആ രസം, അത് എത്ര ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകം നമുക്ക് നോക്കാം. ദശകം 3 ശ്ലോകം 5 നാരായണീയം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ശ്ലോകം ചൊല്ലാം. ഭവദ്ഭക്തിസ്പീത ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹഗണിക ന ചേദ്വ്യാസോക്തിസ്തവ ച വചനം നൈകമവജോ ഭവേന്മിഥ്യാരഥ്യ പുരുഷവചനപ്രായമഖിലം. ഒരിക്കൽ കൂടെ ചൊല്ലാം ശ്ലോകം 5 ദശകം 3 നാരായണീയം. ഭവദ്ഭക്തിസ്പീത ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹഗണിക ന ചേദ്വ്യാസോക്തിസ്തവ ച വചനം നൈകമവജോ ഭവേന്മിഥ്യാരഥ്യ പുരുഷവചനപ്രായമഖിലം. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം, ഭഗവാനിലുള്ള ഭക്തി വർദ്ധിച്ചതായിട്ട് ഭവിക്കട്ടെ എന്നും ആ ഭക്തി എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കുന്നതാണ് എന്നും ആ കാര്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു സംശയം പോലും ഇല്ല എന്ന് മേൽപ്പത്തൂർ ആവർത്തിച്ച് പറയുന്നു. കൂടാതെ ഭക്തി സർവ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്നു. മാത്രമല്ല, വ്യാസൻ്റെ വചനങ്ങളാണല്ലോ ഭാഗവതം. ആ ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണല്ലോ നാരായണീയം. അപ്പോൾ വ്യാസൻ്റെ വചനങ്ങളും അതുപോലെ തന്നെ ഭഗവാന്റെ വാക്കുകളായിട്ടുള്ള ഉദ്ധവഗീതയും അതുപോലെ ഭഗവത്ഗീതയും ഒക്കെ തന്നെ ഒരു വഴിപോക്കരുടെ നിരർത്ഥകമായിട്ടുള്ള സംഭാഷണം പോലെ ചിലപ്പോൾ, അങ്ങനെ അല്ലെങ്കിൽ ആ ഭക്തി ഇല്ലെങ്കിൽ അതുപോലെ നിരർത്ഥകമായിട്ട് തീരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് എടുത്ത് കാണിച്ചു തരുന്നു മേൽപ്പത്തൂർ. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. അപ്പോൾ ആ ഒരു ശ്ലോകത്തിലെ അർത്ഥമൊക്കെ നോക്കാം. ഇവിടെ ഭക്തി മമ എനിക്ക് ഭവദ്ഭക്തി ഭഗവാനിലുള്ള ഭക്തി സ്പീത ഭവതു വർദ്ധിച്ചതായിട്ട് ഭവിക്കട്ടെ. ഭഗവാനിലുള്ള ഭക്തി വർദ്ധിച്ചതായിട്ട് ഭവിക്കട്ടെ. സ ഏവ ആ ഭക്തി തന്നെ, ഏവ തന്നെ എന്നുള്ള അർത്ഥമാണ്. അശേഷ ക്ലേശൗഘം പ്രശമയേത്. അശേഷ ക്ലേശ ഔഘം എന്ന് പറയുന്നത് ക്ലേശങ്ങളുടെ കൂട്ടം. ഔഘം കൂട്ടം അല്ലെങ്കിൽ സമൂഹം. പ്രശമയേത് ശമിപ്പിക്കുന്നതാണ്. അശേഷ ക്ലേശൗഘം പ്രശമയേത് എല്ലാ ക്ലേശത്തിൻ്റെ സമൂഹത്തെയും ശമിപ്പിക്കുന്നതാണ്. അശേഷ എല്ലാം എന്നുള്ള അർത്ഥം. ഹൃദി സന്ദേഹഗണിക ന ഖലു. ഹൃദയത്തിൽ സന്ദേഹമാകുന്ന സന്ദേഹഗണിക പോലും, സംശയത്തിൻ്റെ ഒരു കണിക പോലും ഖലു ഇല്ല തന്നെ എന്നുള്ള, എന്നാ ഖലു ഇല്ല തന്നെ. അപ്പോൾ ഖലു എന്ന് പറയുന്ന അവിടെ ഒരു സ്ട്രെസ് കൊടുക്കുന്നതാണ്. പിന്നെ എന്നാ ചെയ്ത് അപ്രകാരം അല്ലെങ്കിൽ വ്യാസൻ്റെ ഉക്തിയും തവ വചനം ച ഭഗവാന്റെ വാക്കുകളും നിഗമ സംബന്ധിയായ വചനങ്ങളും അഖിലം എല്ലാം രഥ്യ പുരുഷവചനപ്രായം. രഥ്യ പെരുവഴിയിൽ പുരുഷവചനപ്രായം പുരുഷന്മാരുടെ വാക്കുകൾ പോലെ മിഥ്യയായിട്ട് ഭവിക്കും. അപ്പോൾ ഈ വഴിപോക്കർ എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമുക്ക് വേണ്ടപ്പെട്ടവർ വല്ലതും പറയുമ്പോഴേ നമ്മളതിനെ കണക്കിലെടുക്കാറുള്ളൂ. അപ്പോൾ വഴിപോക്കർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. ചിലപ്പോൾ വഴി കൂടെ പലരും പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ ഈ ലോകത്ത്. അപ്പോൾ അതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. എന്നാൽ അതുപോലെ മിഥ്യയായിട്ടുള്ള നിരർത്ഥകമായിട്ടുള്ള സംഭാഷണങ്ങളായിട്ട് തീരും. എങ്ങനെയാണ് ഭഗവാന്റെ വാക്കുകൾ മിഥ്യയായിട്ട് തീരും, നിരർത്ഥകമായിട്ട് തീരും എപ്പോൾ? ഭക്തി ഇല്ലാതെയായിട്ടിരിക്കും. അപ്പം ഭക്തി ഉണ്ടാകുമ്പോൾ മാത്രമേ ഭഗവാന്റെ വാക്കുകൾക്ക് ചെവിക്കൊള്ളാൻ നമ്മൾ തുനിയുള്ളൂ. അതുകൊണ്ടാണ് ഗീതയും ഭാഗവതവും ഒക്കെ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഭക്തിരസം തന്നെയാണ്.
ആ ഭക്തിയുള്ള ഒരു മനസ്സോടുകൂടി അതിനെ സമീപിക്കുമ്പോൾ മാത്രമേ അതിന് ഒരു ശ്രേഷ്ഠത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു പെരുവഴിയിൽ ഒരാൾ നിരർത്ഥകമായിട്ട് അയാളുടെ ഭാഷണം പോലെ ഇതെല്ലാം മിഥ്യയായിട്ട് ഭവിക്കും. മിഥ്യയായിട്ട് ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ ശരിക്കും ആ ഒരു മേൽപ്പത്തൂരിൻ്റെ വാതരോഗം ശമിച്ചത് ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഭക്തിയുടെ പ്രാധാന്യത്തെ ഓരോ ശ്ലോകത്തിലും ആദ്യത്തെ 3 ദശകങ്ങളിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഭക്തിയുടെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞു തരുന്നതാണ് ഈ ഒരു നാരായണീയത്തിൻ്റെ രചന തന്നെ. അപ്പോൾ എന്താണ് ഈ ഒരു ശ്ലോകം ഒന്നും കൂടെ അതിൻ്റെ അർത്ഥം ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ, ഭഗവാനെ എനിക്ക് അങ്ങയിലുള്ള ഭക്തി വർദ്ധിച്ചതായിട്ട് ഭവിക്കട്ടെ എന്നും ആ ഭക്തി എല്ലാ ക്ലേശത്തിൻ്റെ സമൂഹങ്ങളെയും ശമിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു സംശയത്തിൻ്റെ കണിക പോലും ഇല്ല തന്നെ. എന്നാൽ ആ ഭക്തി സർവക്ലേശങ്ങളെയും നശിപ്പിക്കുന്നതാണ് അല്ലെന്ന് വന്നാൽ, അങ്ങനെ നശിപ്പിക്കുന്നില്ല എന്ന് വന്നാൽ, വ്യാസൻ്റെ ഉക്തികളും വ്യാസൻ്റെ വചനങ്ങളും അതുപോലെ ഭഗവാന്റെ വചനങ്ങളും ഭഗവത്ഗീത, ഉദ്ധവഗീത പോലുള്ള ഭഗവാന്റെ ഉപദേശങ്ങളും ഒക്കെ നിഗമവചനങ്ങളെല്ലാം വഴിപോക്കരുടെ ഒരു നിരർത്ഥക സംഭാഷണം പോലെ മിഥ്യയായി തീരുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ ഗീതയും ഉദ്ധവഗീതയും എല്ലാം തന്നെ സാർത്ഥകമാകുന്നത് ഒക്കെ ആ ഭക്തിയിലൂടെയാണ്. അപ്പോൾ ഭക്തി എന്ന് പറയുന്ന അശേഷ ക്ലേശൗഘ പ്രശമന എന്ന് പറയുന്ന എല്ലാ ക്ലേശങ്ങളും എല്ലാം ക്ലേശങ്ങളുടെ സമൂഹത്തെ പ്രശമനം ചെയ്യുന്നതാണ്. അശേഷ ക്ലേശൗഘ പ്രശമനമാണ് ഭക്തി. അപ്പോൾ ആ ഭക്തിക്ക് അത്രയും പ്രാധാന്യമുണ്ട് എന്നതിൽ സംശയമില്ല, ലവലേശം സംശയമില്ല എന്ന് പറയുന്നുണ്ട്. ഹൃദി സന്ദേഹകണിക ന ഖലു എന്ന് പറയുന്നത്, ഹൃദയത്തിൽ സന്ദേഹത്തിൻ്റെ ഒരു കണിക പോലുമില്ല, ഈ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല എന്ന് മേൽപ്പത്തൂർ പറയുന്നു. ലോക നന്മയ്ക്കായിട്ട് വേദങ്ങളെ വ്യസിച്ച ആ ഒരു മഹാഗുരുവായിട്ടുള്ള വേദവ്യാസൻ, ഇപ്പോൾ നമ്മൾ 10-ാം തീയതി വേദവ്യാസൻ്റെ ജയന്തി, വേദവ്യാസ ജയന്തി അല്ലെങ്കിൽ ഗുരുപൂർണിമ ആഘോഷിച്ച് എങ്ങും എവിടെയൊക്കെ ഹിന്ദു സംസ്കാരത്തെ ഫോളോ ചെയ്യുന്നുണ്ടോ അത് അവർക്ക് അത് ആ ഒരു ദിവസം വളരെ പ്രിയപ്പെട്ടാണ്. കാരണം വേദങ്ങൾ 1,00,000-ലധികം മന്ത്രങ്ങളെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന മന്ത്രങ്ങളെ 4ആയിട്ട് വ്യസിച്ച് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് 4ആക്കി തിരിച്ച് ലോക നന്മയ്ക്കായിട്ട് സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനും ഒക്കെ അത് നമുക്ക് തന്ന വേദവ്യാസൻ, 18 പുരാണങ്ങളും നമുക്ക് തന്ന വേദവ്യാസൻ, 18ാമത്തെ പുരാണമായ ഭാഗവത പുരാണം, ഭഗവാന്റെ ലീലകളും ഒക്കെ വളരെ ആസ്വാദ്യകരമായ രീതിയിൽ രചിച്ചുകൊണ്ട് തൻ്റെ എല്ലാ മനസ്സിലെ പ്രയാസങ്ങളും ഒക്കെ തീർത്തുകൊണ്ട് സന്തോഷത്തിൽ രമിക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയ വ്യാസഭഗവാൻ, ആ വ്യാസഭഗവാന്റെ ഉപദേശങ്ങളും അതുപോലെ ഭഗവാൻ അർജുനന് കൊടുത്ത ഭഗവത്ഗീത പോലുള്ള ഉപദേശങ്ങൾ, ഗീതോപദേശം, അതുപോലെ ഉദ്ധവൻ തൻ്റെ പ്രിയ സുഹൃത്തായ ഉദ്ധവനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു സംവാദമായിട്ടുള്ള ഉദ്ധവഗീത, ഇതെല്ലാം വളരെ ശ്രേഷ്ഠമാണ്, ലോകത്തിന് വഴികാട്ടികളാണ്. അപ്പോൾ ആ ഒരു ഉപദേശങ്ങളുടെയൊക്കെ ശ്രേഷ്ഠത അത് മനസ്സിലാക്കണമെങ്കിൽ ഭക്തി അവിടെ ഉണ്ടായിരിക്കണം. ആ ഭക്തിയുടെ ഭഗവാന്റെ മറ്റ് അവതാരങ്ങളിലുമൊക്കെ ഈ ഭക്തിയുടെ ശ്രേഷ്ഠത ഭഗവാൻ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ആ വാക്കുകൾ ഈ ഗീതകളിലൊക്കെ, ഉദ്ധവഗീതയിലും ഭഗവത്ഗീതയിലും അതുപോലെ വ്യാസൻ രചിച്ച ഭാഗവതത്തിലും ഒക്കെ വളരെയധികം നമുക്ക് കാണാൻ കഴിയും ഭഗവാന്റെ ആ വാക്കുകളുടെ ആ ഒരു പ്രാധാന്യം, അത് ഉണ്ടാക്കുന്ന സ്വാധീനം ഒക്കെ. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ ഭക്തിരസം ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്കത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ അതെന്തായിട്ട് മാറും?
ഈ ഗീതയും ഒക്കെ ഇതെല്ലാം വഴിപോക്കരുടെ നിരർത്ഥകമായിട്ടുള്ള പ്രലോഭനങ്ങൾ പോലെ, ഒരു നിരർത്ഥകമായിട്ടുള്ള പെരുവഴിയിലെ ആളുകൾ അർത്ഥമില്ലാത്ത സംഭാഷണങ്ങൾ, നിരർത്ഥക സംഭാഷണം ചെയ്യുന്ന പോലെ മിഥ്യയായിത്തീരുമല്ലോ ഭഗവാനെ. അപ്പോൾ ഇങ്ങനെ ഭക്തി സർവ്വക്ലേശങ്ങളെയും നശിപ്പിക്കുന്നില്ല എന്ന് വന്നാൽ ഇതെല്ലാം നിരർത്ഥകമായിട്ട് തീരും. അപ്പോൾ എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്നു ഭക്തി എന്നുള്ളൊരു അറിവുണ്ടാവുമ്പോഴാണ് ഈ ഗീതയും ഭാഗവതവും ഒക്കെ നമ്മൾ ഭക്തിപൂർവ്വം അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ലോകത്തിന് തന്നെ വഴികാട്ടിയായിട്ട് തീരുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഓരോരോ ശ്ലോകങ്ങളിലും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 ദശകം പിന്നെ മേൽപ്പത്തൂർ നമുക്ക് ഭക്തിയുടെ മാഹാത്മ്യം, അതുപോലെ ഭഗവാന്റെ ആ ഒരു വാക്കുകളുടെ ആ ഒരു പല പല ഗീതകളും അതൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ ഭഗവാന്റെ രൂപത്തിൻ്റെ ആ രൂപത്തിൽ ലയിക്കേണ്ടതിൻ്റെ ആവശ്യം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ആദ്യത്തെ 3 ദശകങ്ങൾ. ഭഗവത് വർണ്ണന, ഭഗവത് മാഹാത്മ്യം, ഭഗവാനിലുള്ള ഭക്തിയുടെ മാഹാത്മ്യം, അതുപോലെ ഭക്തിയോഗം കർമ്മയോഗത്തെക്കാളും അതുപോലെ ജ്ഞാനയോഗത്തെക്കാളും വളരെ ശ്രേഷ്ഠമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ ഒരു നാരായണീയത്തിലെ ആദ്യത്തെ 3 ദശകങ്ങൾ എന്തുകൊണ്ടും വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകം ഒരിക്കൽ കൂടെ പറയാം. ശ്ലോകം 5 നാരായണീയം, ദശകം 3 ശ്ലോകം 5 നാരായണീയം. ഒന്നും കൂടെ ചൊല്ലാം. ഭവദ്ഭക്തിസ്പീതാ ഭവതു മമ സേവ പ്രശമേത് ദാശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേദ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവജോ ഭവേന്മിഥ്യാരഥ്യാ പുരുഷവചനപ്രായമഖിലം. ഒരിക്കൽ ചൊല്ലാം. ദശകം 3 ശ്ലോകം 5 നാരായണീയം. ഭവദ്ഭക്തിസ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേദ്വ്യാസസോക്തിസ്തവ ച വചനം നൈഗമവജോ ഭവേന്മിഥ്യാരഥ്യാ പുരുഷവചനപ്രായമഖിലം. അപ്പോൾ ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, എനിക്ക് ഭഗവാനിലുള്ള ഭക്തി വളരെയധികം വർദ്ധിച്ചതായിട്ട് ഭവിക്കട്ടെ. ആ ഭക്തി എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കുന്നതായിട്ട് തീരട്ടെ. ആ കാര്യത്തിൽ എനിക്ക് തീരെ സംശയമില്ല എന്ന് മേൽപ്പത്തൂർ പറയുന്നു. ആ ഭക്തി സർവ്വക്ലേശങ്ങളെയും നശിപ്പിക്കുന്നതാണ്. അങ്ങനെ അല്ല എന്ന് വന്നാൽ വ്യാസൻ്റെ ഉക്തികളും വ്യാസോക്തികളും വ്യാസൻ്റെ വചനങ്ങളും പുരാണങ്ങളും അതുപോലെ ഭഗവാന്റെ വാക്കുകളായിട്ടുള്ള ഭഗവത്ഗീതയും അതുപോലെ ഉദ്ധവഗീത തുടങ്ങിയതെല്ലാം തന്നെ എല്ലാ നിഗമവചനങ്ങളും എല്ലാം വഴിപോക്കരുടെ നിരർത്ഥക സംഭാഷണം പോലെ ആയി തീരും, അതുപോലെ മിഥ്യയായി തീരുമല്ലോ ഭഗവാനെ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു മേൽപ്പത്തൂർ ഇവിടെ. അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാന് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഓം തത്സത്. ഹരേ കൃഷ്ണ.